മണ്ഡലവ്രതം, മണ്ഡലം, വ്രതം രണ്ടും രണ്ട് പേരാണ്, രണ്ട് വാക്കാണ്. പക്ഷെ സ്വാമി ദർശനത്തിന് അല്ലെങ്കിൽ അയ്യപ്പ ദർശനത്തിന് മാത്രം പറയുന്ന, പ്രത്യേകിച്ചെടുത്തു പറയുന്ന ഒരു പേരാണ് മണ്ഡലവ്രത കാല ആരംഭം. മണ്ഡലം എന്ന് പറഞ്ഞാൽ പൊതുവെ സംസ്കൃതത്തിൽ വൃത്തം എന്നാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കായതുകൊണ്ട് അതിന്റെ മലയാള വ്യാഖ്യാനം 41 ദിവസം മാലയിട്ട് അയ്യപ്പനെ സ്മരിച്ച് ശരണം വിളികളോടെ വ്രതശുദ്ധനായിട്ട് അല്ലെങ്കിൽ വ്രതശുദ്ധരായി ജീവിച്ച് മലയ്ക്ക് പോയി തിരിച്ചു വരുന്ന കാലഘട്ടമാണ് 41 ദിവസം എന്ന് എല്ലാവർക്കും അറിയാം. എന്തേ 41 ദിവസമായത്? ഋഷീശ്വരന്മാരുടെ വാക്കുകളിൽ ഒരിക്കലും ഒരു എന്തിനോ വേണ്ടി അല്ലെങ്കിൽ എന്തൊക്കെയോ വെറുതെ എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടാവില്ല. എല്ലാത്തിന്റെയും ഉള്ളിൽ ഒരു നിഗൂഢമായ ശാസ്ത്ര സത്യം ഒളിഞ്ഞിരിക്കും. മണ്ഡലവ്രതത്തിനുമുണ്ട്, അല്ലെങ്കിൽ 41 ദിവസം എന്ന് പറയുന്ന ആ ദിവസത്തിനുമുണ്ട് ഒരു പ്രത്യേകത. നമുക്ക് ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. 7 ദിവസത്തെ വ്രതം, ഷഷ്ഠി വ്രതം, ഏകാദശി വ്രതം, ഇങ്ങനെ പല പല വ്രതങ്ങളുണ്ട്. ആ വ്രതങ്ങളൊക്കെ നമ്മൾ ഊണ് കഴിക്കാതെയും ഉറങ്ങാതെയും അല്ലെങ്കിൽ പല പല തരത്തിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചും ചെയ്യുന്ന ആ വ്രതം പോലെയാണോ ഈ 41 ദിവസം? ഒരു സാധാരണ വ്രതമല്ല അയ്യപ്പ ദർശന തത്വങ്ങളിലേക്ക് കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കി. കാരണം ആധ്യാത്മിക ചരിത്രത്തില് അല്ലെങ്കിൽ ആധ്യാത്മിക ചിന്തയില് ഉയരണമെങ്കിൽ അവിടെ അത്യന്താപേക്ഷിതമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആവശ്യകത ഒരു ഗുരുവിൻ്റെതാണ്. ആ ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ച് യജ്ഞോപേത ധാരണം പോലെയുള്ള മാലധാരണം ചെയ്ത് 41 ദിവസത്തെ വ്രതം കൊണ്ട് വേണം ശബരിമലയ്ക്ക് പോകാൻ. ആ ഒരു ഭാവം ഉണ്ടാക്കുവാൻ, അയ്യപ്പ സ്വാമിയുടെ പൂർണ്ണമായിട്ടുള്ള ഭാവം ഉണ്ടാക്കുവാൻ ഈ 41 ദിവസത്തിന് എന്താണ് പ്രത്യേകത? എന്നാൽ 51 ആയിക്കൂടെ? സാധാരണ മാലകളിലൊക്കെ 108 മുത്തുമാല, 54 മുത്തുമാല, 27 മുത്തുമാല, 36 തത്വം, 25 തത്വം, ഇങ്ങനെ തത്വങ്ങളൊക്കെ പറയും. എന്തുകൊണ്ട് ഈ 41 ദിവസമായി? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ചില ശാസ്ത്ര സത്യങ്ങളിലേക്ക്, ചില പ്രാപഞ്ചികമായിട്ടുള്ള പ്രകൃതിയുടെ സങ്കല്പങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഒരു ചെറിയ സങ്കല്പം എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നറിയില്ല. ഒരു ദിവസത്തെ നമ്മളറിയാം, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് എഴുന്നേൽക്കണം. എന്താണ് ബ്രഹ്മമുഹൂർത്തം? ഒരു ദിവസത്തിൽ പല പല മുഹൂർത്തങ്ങളുണ്ട്. അതിൽ ഏകദേശം 2:30 മുതൽ അതിന്റെ കണക്കിലേക്ക് പോയാൽ, ജ്യോതിശാസ്ത്രത്തിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരും. വളരെ ലളിതമായി ഞാൻ പറയുകയാണെങ്കിൽ, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് എഴുന്നേൽക്കണം എന്ന് മണ്ഡലവ്രത കാലത്തും ഉള്ളതാണ്. അത് ഏകദേശം ഒരു 2:45 നാഴിക, 2:30 നാഴിക, 48 മിനിറ്റ്, 2 നാഴിക എന്ന് പറയാം. 48 മിനിറ്റോളം വരുന്ന ഒരു മുഹൂർത്തം, നേരം വെളുക്കുന്നതിന് തൊട്ടുമുള്ള മുഹൂർത്തമാണ് 48 മിനിറ്റ് അല്ലെങ്കിൽ 2 നാഴിക. കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം വിനാഴിക വച്ചിട്ട്. ആ മിനിറ്റിനെ ഒരു പ്രത്യേക രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ 1 വർഷം മുഴുവനും ഈ ബ്രഹ്മമുഹൂർത്തം കട്ട പിടിച്ചു വന്നാൽ എത്ര സമയമാകുമോ അതാണ് 41 ദിവസം. ഒരു ചെറിയ ലളിത രീതിയിൽ പറഞ്ഞാൽ. കുറച്ച് സങ്കീർണമായി ചിന്തിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് സങ്കീർണത? സാധാരണ ജനങ്ങൾക്ക് സങ്കീർണമായി പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് ചോദിച്ചാൽ, അയ്യപ്പന്മാരാണ്, നിത്യേന ശരണം വിളിക്കുന്നവരാണ്, ശരിയായ ശാസ്ത്രങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടവരാണ്. അവരിത് മനസ്സിലാക്കണം. എപ്പോഴും താഴത്തെ പടിയിൽ നിന്നാൽ ഭഗവാനെ കാണാൻ പറ്റില്ല. 1-ാം പടി, 2-ാം പടി, അങ്ങനെ 18 പടികളും കയറി സ്വാമി ദർശനം ചെയ്യേണ്ടവരാണ് ഭക്തന്മാര്. ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായ ഭാവത്തോടെ ആ അത്ര ഉദാത്ത സങ്കല്പം, ഞാൻ എന്താണ് ചെയ്യുന്നുള്ള ഭാവം അല്പമെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ. സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ട് 365 ദിവസമാണ് ഒരു വർഷം. എല്ലാവർക്കും അറിയാം. അത് സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്നതാണ്. സാക്ഷാൽ പ്രപഞ്ച പിതാവ് എന്നറിയപ്പെടുന്ന, ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന സാക്ഷാൽ മഹേശ്വരന് തുല്യമായിട്ടുള്ള, അക്ഷര തുല്യമായിട്ടുള്ള പ്രപഞ്ച പിതാവായിട്ടുള്ള സൂര്യൻ കറങ്ങിത്തിരിഞ്ഞ് ഓരോ രാശിയിലൂടെയും 30 മിനിറ്റ്, 30 ദിവസത്തോളം, 30 ഡിഗ്രിയോളം കറങ്ങി വരുന്ന ആ ഒരു വൃത്തം, ഒരു മണ്ഡലം. നമ്മൾ സാധാരണ രാശിചക്രമെല്ലാം വരയ്ക്കുന്ന സമയത്ത് ചതുരമാണെങ്കിലും അത് ശരിക്കും വൃത്താകൃതിയാണ് ശരിക്കുള്ളത്. ഈ സൗരയൂഥം എന്ന് പറയുന്ന ഈ പ്രപഞ്ചം, അത് ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന അണ്ഡം, അതും വൃത്താണ്. ആ 365 ദിവസം സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് 365 ദിവസം. സൂര്യൻ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. നമുക്കൊരു മാതാവുമുണ്ട്. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ചന്ദ്രൻ. ചന്ദ്രവർഷം വേറെയാണ്, ഇത് സൂര്യവർഷമാണ്. ചന്ദ്രവർഷം 27 നക്ഷത്രങ്ങളെ കൊണ്ട് തിരിയുന്നതാണ്.
ഈ 27 നക്ഷത്രത്തിലെ 12 കൊണ്ട് ഗുണിച്ചാൽ 324 ദിവസം കിട്ടും. ഈ 324 ദിവസവും 365 ദിവസവും നോക്കുമ്പോൾ ഈ പ്രപഞ്ച പിതാസങ്കല്പമായിട്ടുള്ള സൂര്യനും പ്രപഞ്ച മാതാവിന്റെ സങ്കല്പമായിട്ടുള്ള ചന്ദ്രനും തമ്മിലുള്ള ആ ഒരു ലയനം ചിന്തിക്കുമ്പോൾ 324 കൊണ്ട് ചേരുമ്പോൾ ബാക്കി കുറച്ച് സമയം ബാക്കി വരും. തന്ത്രശാസ്ത്രത്തിലേക്ക് പോയാൽ വീണ്ടും സങ്കീർണമാവുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ആ 365 നിന്നും 324 കുറച്ചാൽ 41 ദിവസമാണ്. അതിന്റെ അർത്ഥം എന്താ? പല രീതിയിലും പല വിധത്തിലും ആചാര്യന്മാർ ചിന്തിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചങ്ങളിൽ നിന്നുള്ള പ്രപഞ്ചത്തിന്റെ ഈ മണ്ഡലം, ഈ പ്രപഞ്ചത്തിന്റെ ഈ സംക്രമം, അല്ലെങ്കിൽ അതിന്റെ പ്രയാണം, അതിന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ടുള്ള യാത്ര, ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ഈ പ്രപഞ്ച സങ്കല്പങ്ങളിലെല്ലാം പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ സുഖങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അതിന്റെ ഇടയിലൂടെ പൂർണ്ണ നിഷ്ഠാവാന്മാരായിക്കൊണ്ട് പൂർണ്ണ വ്രതചര്യ അനുഷ്ഠിച്ചുകൊണ്ട് ബ്രഹ്മചര്യന്മാരായിക്കൊണ്ട് ആ ഈശ്വരനിലേക്ക് നയിക്കുവാനുള്ള അല്ലെങ്കിൽ നടക്കുന്ന ഒരു യാത്രയാണ്, അല്ലെങ്കിൽ അതിന് ദൈർഘ്യമാണ് ഈ 41 ദിവസം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ഈ ചക്രവുമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൂര്യന്റെയും ചന്ദ്രന്റെയും മാർഗവുമായിട്ട് ചിന്തിക്കുമ്പോൾ ആ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമുക്ക് അതിനിടയിലൂടെ ഈ പ്രപഞ്ചത്തോട് ഒട്ടാതെ പത്രമിവ അമ്പതി ചേമ്പലയിലെ വെള്ളം പോലെ ആയിരിക്കണം സാധകന്റെ ജീവിതം എന്ന് പറയുന്നു. ശരിക്കും വെള്ളം ചേമ്പലയിലാണ്, പക്ഷെ ഇലയിൽ ഒട്ടും ഒട്ടാതെ അതിലിങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു ബന്ധവുമില്ല. കർമ്മത്തിൽ കർമ്മത്തെയും കാണാൻ ശ്രമിക്കുന്ന ഭഗവാൻ പറഞ്ഞതുപോലെ ഒന്നിനോടും ബന്ധപ്പെടാതെ എന്നാൽ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ആരും അറിയാതെ തന്റെ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ 41 ദിവസം സ്വന്തം സ്വാമിയായി തീർന്നുകൊണ്ട് ആ സാരൂപ്യത്തിലേക്ക്, സ്വന്തം സ്വാമിയായി തീർന്നുകൊണ്ട് ആ സാഗുണ്യത്തിലേക്ക്, സ്വന്തം സ്വാമി സങ്കല്പത്തിലൂടെ ആ സായുജ്യത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ബ്രഹ്മമുഹൂർത്തത്തിന്റെ കട്ടപിടച്ച ദിവസങ്ങളാണ് ഈ 41 ദിവസം. ഇനിയും അതിനെ വ്യാഖ്യാനിച്ചാൽ കുറെ വ്യാഖ്യാനിക്കാം. വിഷ്ണു എന്ന് പറയുന്ന ഭാവം 4ആണ്, ശിവൻ എന്ന് പറയുന്ന ഭാവം 1ആണ്. ഇത് രണ്ടും ചേർന്നതാണ് അത്രയും 41 ദിവസം. രണ്ടാമത് ഈ 4ഉം 1ഉം ചേർന്നാൽ ഉണ്ടാകുന്നതാണ് 5. 5 എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും ബ്രഹ്മാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും നമ്മുടെ ഈ ശരീരമാകുന്ന പിണ്ഡാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും പഞ്ചഭൂതാത്മകമായിട്ടുള്ള സങ്കല്പങ്ങളാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന് പറയുന്ന ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ച സംഘത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ആ പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടുള്ള യഥാർത്ഥ താന്ത്രിക പൂജാവിധാനത്തിൽ പറയുന്നത് പോലെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ആ ഒരു ശരിയായിട്ടുള്ള തപസ്സനുഷ്ഠിക്കലും കൂടിയാണ് ഈ 41 ദിവസം കൊണ്ട് എന്ന അക്ഷരം കൊണ്ട് അല്ലെങ്കിൽ ആ സംഖ്യ കൊണ്ടുകൂടി നമ്മുടെ ഋഷീശ്വരന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത്.